അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാ, ഇന്ന് മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കുറുവ എൽ പി സ്കൂളിൻ്റെ യു പി സ്കൂളിൻ്റെ അടുത്താണ്. കുറുവ യു പി സ്കൂളിൻ്റെ തൊട്ടടുത്ത വീട് തന്നെയാണ്. അൽഹംദുലില്ലാ, CM വലിയുല്ലാഹിയെ 5-ൽ കൂടുതൽ തവണ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്മാനിക്ക അല്ലേ. ഏതായാലും CM വലിയുല്ലാഹിയെ കാണാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ തൗഫീഖ് തന്നെയാണ്. ഇപ്പോൾ അതും 1-ൽ കൂടുതൽ തവണ കാണുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ പല അനുഭവങ്ങളും അവരിലുണ്ടാവുമല്ലോ. ഏതായാലും ഷൈഖുനയെ നേരിട്ട് കണ്ട് അനുഭവിച്ച അനുഭവസ്ഥരാണ് നമ്മളോട് ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. നേരിൽ കണ്ട് അനുഭവിച്ച ഈ അനുഭവങ്ങളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കറാമത്തും അവിടുത്തെ ജീവിതവും ആണ് മടവൂർ കാഫിലയിലൂടെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നത്. ഇത് നമ്മൾ മാത്രം ഒതുങ്ങാൻ പാടില്ല, കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് അവർക്കും ഷൈഖുനായെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ചും അറിയാൻ നമ്മളും ഒരു കാരണമാകട്ടെ. വരും തലമുറക്ക് ഉപകരിക്കുന്ന രീതിയിൽ അള്ളാഹു നമ്മളെ ഈ ഹിദ്മത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാ. ഏതായാലും ഇവിടെ വരാനും നിങ്ങളെ കാണാനൊക്കെ അൽഹംദുലില്ലാ സന്തോഷമായി. എന്തായാലും CM വലിയുല്ലാഹി എന്ന് പറഞ്ഞ വലിയ മഹാൻ, കുത്തുബുൽ ആലം, മുദബ്ബിറുൽ ആലം എന്നൊക്കെ ഓരക്ക് നമ്മുടെ ഉസ്താദന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അൽഹംദുലില്ലാ, ലോകം തന്നെ നിയന്ത്രിക്കാൻ അള്ളാഹു വലിയ കഴിവ് കൊടുത്ത മഹാനാണ് കുത്തുബുൽ ആലം CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു. ആ മഹാനെ കാണാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തൗഫീഖ് ഉണ്ടായത്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ വർഷത്തിൽ പിന്നെ എൻ്റെ പാപ്പാക്ക് ഈ ശ്വാസകോശ ക്യാൻസറാന്ന് പറഞ്ഞിട്ട് സൗണ്ട് പറ്റ പോയിരുന്നു. അങ്ങനെ 1 വർഷം പോയി 2 വർഷമായപ്പോൾ തന്നെ മഞ്ചേരി പോയപ്പോൾ കോഴിക്കോട് പോകാൻ വേണ്ടി ഒന്നുകൊണ്ട് പറയും. ശ്വാസകോശ ക്യാൻസറാണ് പറഞ്ഞത്. സൗണ്ട് പോയിരുന്നു, തൊണ്ടയിലെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. സൗണ്ട് പോയിരുന്നു. ഇവിടെ സൗണ്ട് ഇല്ലാണ്ടായി. ആ സൗണ്ട് ഇപ്പം എനിക്കില്ലാതായിക്കണം. ഞാൻ പറഞ്ഞ് മുഴുവൻ തരാം. അപ്പോൾ ഈ വിവരം പറഞ്ഞപ്പോൾ മഞ്ചേരി പോയപ്പോൾ അവിടെ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ട്യൂബ് ഇട്ടു ഇവിടെ. വാപ്പാക്ക് ശരീരത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ ഒന്നും പ്രശ്നമല്ല, ഈ സൗണ്ട് കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ചെയ്തത്. പോയിട്ട് അന്ന് ഓരോ സ്ഥലത്ത് തട്ടാനാണ് ആ കുറവുണ്ടാക്കുക. അന്നത്തെ കാലത്ത് ഈ സൗകര്യമൊന്നുമില്ല. സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ പ്രയാസപ്പെട്ട ടൈമാണ്. ഒരുപാട് കിടന്നിട്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അമ്മാവൻ പറഞ്ഞു, അമ്മാവനും അവരൊപ്പം പഠിച്ചതാണെന്ന് അമ്മാവൻ പറഞ്ഞു. രണ്ടാമത്തെ അമ്മാവൻ്റെ ആങ്ങള, രണ്ടാമത്തെ ആങ്ങള CMOരൊപ്പം പഠിച്ച ഒരു ക്ലാസ്സിലായിരുന്നു. വെല്ലൂരാണ് ഭാഗ്യത്തില്. പിന്നെ കുട്ടി മുസ്ലിയുടെ മകളെ എൻ്റെ അമ്മാവൻ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അന്ന് അവിടുത്തെ പ്രിൻസിപ്പളാണ് കുട്ടി മുസ്ലിയാർ. അപ്പോൾ ഈ സമയത്ത് എപ്പോഴും കുഴപ്പമില്ല. അപ്പോൾ ഈ സമയത്ത് പഠിച്ചപ്പോൾ അമ്മാവൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ചിരുന്നു. കൂടുതൽ കാലത്ത് തന്നെ CMനെ ഒരു ബാക്കിയാത്തി പഠിക്കുന്ന കാലത്ത് തന്നെ ഷെയ്ഖുനായുടെ വലിയ വലിപ്പം അമ്മാവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഉണ്ട്, നീ അവിടെ നിന്ന് പോയിട്ട് പൊയ്ക്കോണുണ്ട് ഇമ്മാനോട് പറഞ്ഞിട്ട്. അമ്മാവൻ പറഞ്ഞിട്ട് ഇമ്മ മുഖാന്തരം ഞാനും വാപ്പിയും പാടെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടെ ഫസ്റ്റിൽ പോയി. ആദ്യത്തെ അനുഭവം ചെന്ന് അകത്തേക്ക് കഴിക്കണേ 2 രൂപയാണ് മൂപ്പൻ്റെ പേരില്ല. അപ്പോൾ പാടി പള്ളി അടക്കണേ, നേർച്ച അടക്കണേ, ഉള്ളിൽ വീട്ടിലാണ്. അത് ചെറിയൊരു വീടാണ്. അതായത് ബാക്കിയാത്തി പഠിക്കുന്ന കാലത്ത് തൊട്ടേ അമ്മാവൻ ഷെയ്ഖുനാനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് ഷെയ്ഖുന മൂപ്പന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല അന്ന് ബാക്കി. പക്ഷെ ഒരുപാട് കൊല്ലം മുമ്പേ തൊട്ട് ഷെയ്ഖുനാനെ കുറിച്ച് പറഞ്ഞിരുന്നുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട് എന്ന്. പക്ഷെ നിങ്ങൾ കാണാൻ പോകുന്നത് ഉപ്പൊക്കെ സുഖമില്ലാത്ത. അങ്ങനെ ചെന്ന് ഞങ്ങൾ വാപ്പി ഞാനും അടുക്കള കുഴിച്ച് മടങ്ങി വന്നിട്ട് ഈ വീട്ടിൽ പോയി. അപ്പോൾ മൂപ്പന്റെ വീടാണെന്ന് പറഞ്ഞു. പഴയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നടന്നു. അന്ന് ഓട്ടോറിക്ഷ തെങ്ങുന്നില്ല, ആർക്കില്ല. പുഷ്പ തിയേറ്ററിനെ കൂടി തിരിഞ്ഞിട്ട് ഫാൻസ് റൂട്ടിന് അപ്പവാഴം പള്ളിൻ്റെ അവിടെ എത്തിയ മുമ്പ് അടുത്ത ഭാഗത്തേക്ക് മൂപ്പൻ്റെ പേരില്ല. അബൂബക്കർ മൂപ്പരാണ് മൂപ്പര ഉദ്ദേശം എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ചെറിയ വീടാന്ന്. അപ്പോൾ അകത്ത് കിടക്കാൻ 2 രൂപ, അത് 5 രൂപ ചോദിക്കൊന്നുമില്ല. അന്നേരം കൊടുക്കുകയുണ്ട് എല്ലാവരും. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ബാപ്പി പോയിരുന്ന് അകത്തേക്ക് വിളിച്ചു. നിങ്ങൾ ബാപ്പയുടെ പോയത് ഞങ്ങൾ പോയി. ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ. ചെന്ന അകത്തേക്ക് കിടന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്ത് സൈക്കോങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ട്യൂബ് ഇട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് വേണ്ട, ഓപ്പറേഷൻ വേണ്ട, ഇത് വേണ്ടിയില്ല എന്നുള്ള സംസാരം വന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയിരുന്നു
പക്ഷേ മെഡിക്കൽ കോളേജിൽ അവരൊക്കെ ഏകദേശം ടൈം കണക്കാക്കിയിരിക്കുക. പക്ഷേ ഈ 8ാമത്തെ കൊല്ലത്തെ അറ്റാക്ക് ചെയ്ത വാപ്പ മരിച്ചത് 8ാമത്തെ വർഷത്തിൽ 7 വർഷം കഴിഞ്ഞിട്ട്. അതിനുശേഷം 8 കൊല്ലം 7 കൊല്ലം കഴിഞ്ഞിട്ട് വാപ്പ മരിച്ചത്. അതിനുശേഷം അവർ ഡോക്ടർ ആശുപത്രിക്കാർ ഈ അടുത്ത് തന്നെ 20% ഉള്ളൂ എന്നുള്ള വിവരം എനിക്ക് സംസാരത്തിൽ കിട്ടി. ഇനി 20% ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതിയത് 8 കൊല്ലം കൂടെ വീണ്ടും ഇരുന്നു. 8ാമത്തെ കൊല്ലത്തിൽ മരിച്ചത് അറ്റാക്കായിട്ടാണ്. ഈ വിഷയത്തിലല്ല മരിച്ചതല്ല. അത് കഴിഞ്ഞു. അങ്ങനെ 2ാമത് പിന്നെ പോയതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ പിന്നെ പോയി. എൻ്റെ അമ്മായിൻ്റെ മാനെ അസുഖമായിട്ട് TV ആയിട്ട് വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം വിവരം പറഞ്ഞു. അപ്പോൾ TV വേണ്ട അങ്ങനെ പറയുള്ളൂ. അങ്ങനെ പോന്നു. 2ാമത് പിന്നെ അസുഖം മാറിയില്ല. അപ്പോൾ എന്നോട് പഠിച്ച് കാര്യം ചെയ്യേ, ഒന്നും കൂടി വെള്ളം ഒഴിച്ച് കൊണ്ടുമ്പോൾ ഒന്നുകൂടി ഞാൻ ഈമാനോടുകൂടി മരിക്കുക, അല്ലെങ്കിൽ സുഖമാകാം. ആരാ പറയാ? ഈ അമ്മാൻ്റെ മാനോട് പറഞ്ഞു. അമ്മായിൻ്റെ മാൻ അച്ഛനെ മരിച്ചിട്ടിപ്പോൾ 45 വയസ്സുള്ള ആയിട്ടുള്ളൂ. ചെറിയ കുട്ടികളാണ്, അവിടെ പോകാൻ ആളില്ല മൂപ്പർക്ക്. അപ്പോൾ ഈ വിവരം ഞാൻ പറഞ്ഞു അവരോട് ചേക്കനോട്. അപ്പോഴും TV വേണ്ടതേ പറയുള്ളൂ. അത് കൊടുന്ന് ആ വെള്ളം ഒഴിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരിച്ചും ചെയ്തു. കാരണം മാറുള്ള അസുഖമില്ല, കാരണം അങ്ങനെ എത്തിക്കണം. എന്നാലും മാറുന്നു പറഞ്ഞിട്ടില്ല. TV വേണ്ടതേ പറയുള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് പിന്നെ പോയത്. അത് പോണതിന് മുമ്പ് എനിക്ക് പാണക്കാട് ശിയാബ് തങ്ങളെ പെങ്ങളെ കെട്ടി അടിയുണ്ട് ഇവിടെ, പൂക്കോയ തങ്ങളെ പെങ്ങൾ വീട്ടിലുണ്ട്. ഞങ്ങളിപ്പോൾ അടുത്ത് പോയിരുന്നു, 2 മുമ്പ് പോയിരുന്നു. അപ്പോൾ അവരെ അനുജനം പാടി ഗൾഫിക്ക് ഒരു വിസ പോകുന്നുണ്ട്, മൂപ്പർ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു. ഈ കാര്യം അന്വേഷിക്കാൻ ചെന്നു. അപ്പോൾ വാപ്പാടും പറഞ്ഞു വിസ. അപ്പോൾ വാപ്പാടും ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ വാപ്പാട് പോയൊക്കെ എന്ന് പറഞ്ഞു. പൂക്കോയ തങ്ങളെ നേരിട്ട് കണ്ടു. അപ്പോൾ അനുജനെയും പറഞ്ഞേക്കുണ്ട് ഉസ്മാനോട് പിന്നെ പാസ്പോർട്ട് ശരിയാക്കാൻ വേണ്ടി പറയാറ്. അങ്ങനെ പാസ്പോർട്ട് വേണ്ടി പോയപ്പോൾ അന്ന് കോഴിക്കോട് സ്റ്റേഡിയങ്ങളുടെ മുമ്പിലുണ്ട് ഒരു വെസ്റ്റേൺ ഹോസ്പിറ്റൽ, മൊയ്തു ഡോക്ടറാണ്. ആ മൂപ്പരെ ഇത് ശരിയാക്കണത്, അതിന് പെർമിഷൻ മൂപ്പർക്കുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഞാനും ഇവരൊക്കെ പോയി. കുറേ സ്ഥലത്ത് വേറെയുണ്ട്. ചെന്നപ്പോൾ മേത് ചുളങ്ങുണ്ട്. അത് പാസ്പോർട്ട് ഇട്ടാൻ പ്രയാസമാണ്. ചുളങ്ങില്ലാതെ ഇത് കൊടുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് വിട്ടാൽ അവിടുന്ന് റിട്ടേൺ ആക്കും എന്നോട് പറഞ്ഞു. മെഡിക്കൽ ഇവിടുന്ന് പോയാലും അവിടെ നിന്ന് റിട്ടേൺ ആവും. അപ്പോൾ മെഡിക്കലില്ലല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വിഷയം പിന്നെ ഇറങ്ങാണ്ട് അവിടെ വെച്ചു. അപ്പോൾ 2ാമത് ചിലപ്പോൾ ചുളങ്ങളിലൊക്കെ ഇപ്പം ഇത് കുത്തി കൊടുക്കുന്നുണ്ട്. ഈ ചുളങ്ങളിലൊക്കെ ഇത് കുത്തി കൊടുക്കുന്നുണ്ട്. 2ാമതും ഡോക്ടർ ഇല്ലാത്തുമ്പോഴും ചുളങ്ങളിലല്ല ഈ സീൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറില്ല, അപ്പോൾ ഡോക്ടറുടെ അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ സീൽ പോകുന്നതിന് വെച്ച് കൊടുക്കാം. അവർ 2 ഫയൽ വെക്കുന്നുണ്ട്. എന്നാൽ ഡോക്ടറും ഒരു ഫയൽ കൊടുത്ത് അറിയണ്ട. അപ്പോൾ അവരെൻ്റെ 100 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ശരിയത്. അപ്പം നിങ്ങൾക്ക് ചുളങ്ങ് മാറാൻ പറ്റില്ല, നിങ്ങൾ അടുത്ത ആഴ്ച വരി, ഒരാഴ്ച 1 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിവരം ഞാൻ പറയുമ്പോൾ തട്ടി പിറ്റത്തെ ആഴ്ച ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ CM-ലെത്തി ഈ വിവരം പറയാൻ വേണ്ടി വാപ്പ പറഞ്ഞു. പോയി പറയാൻ പറഞ്ഞു. മീൻ പറഞ്ഞു. ആ വിവരം പോയി ഷെയ്ഖിനോട് പറഞ്ഞു. ഗൾഫ് വേണ്ട 2-3 വട്ടം പറഞ്ഞു. അപ്പോൾ എനിക്ക് നിരാശ തോന്നിയില്ല. എന്തെങ്കിലും ഉണ്ടാവും, ഞാൻ അത് മുടക്കിയിട്ടില്ല. പിറ്റത്തെ ചൊവ്വാഴ്ച ചെല്ലാൻ പറഞ്ഞാണല്ലോ. അന്ന് എന്തൊരു കാരണവശാലും ഞാൻ പോയില്ല. പാസ്പോർട്ടിന് പോയില്ല. ഈ സീൽ വെക്കുമ്പോൾ പോയില്ല. ഉച്ചക്ക് 3 മണിക്ക് വാപ്പഴി മരിച്ചു. ഈ 7ാമത്തെ വർഷത്തിൽ. അപ്പോൾ ഈ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തൊന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വാപ്പാക്കും മൂടൗട്ടായി, ഉമ്മാക്കുമായി ഒന്നും മിണ്ടിയില്ല. നിശ്ചയിച്ചിട്ടില്ല. അത് പോകണ്ടെന്ന് വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. ഈ പാസ്പോർട്ട് കിട്ടിയിട്ടാണല്ലോ വേറെ കാര്യത്തിന്, 2ാമത്തെ ബാച്ചിനും പോകാമല്ലോ എന്ന് വെച്ചാൽ മരിച്ചു. അപ്പോൾ ഈ വാക്കും പോകണ്ടെന്ന് പറഞ്ഞ ഉദ്ദേശം വാപ്പാരെ മരണം. കാരണം വാപ്പാക്ക് ഉണ്ടായിരുന്നു, കുടുംബത്തിൽ മൂത്ത ഞാനാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞമ്മളെ വേണം. അപ്പോൾ ഈ കാഴ്ച കണ്ടിട്ടാകണം തീരുമാനിച്ചത്. അതാണ് നിങ്ങൾ പറഞ്ഞ ഇങ്ങനെയാണ് ആദ്യത്തിൽ അനുഭവം ഉണ്ടായിരിക്കുന്നത്. വന്നു